എൻ്റെ അനിയത്തിയാണ് എനിക്ക് ഈ വിത്തുകളൊക്കെ കൊണ്ടുത്തന്നത്. അതെ. ഇതാണ് എനിക്ക് അനിയത്തി കൊണ്ടുത്തന്ന ഇത് സ്പ്രിംഗ് അണിയൻ, ഇതൊരു മത്ത, ഇത് പാഴ്സലി, ഇത് വാട്ടർമെലൺ, ഇത് വേറെ വെള്ളരി എന്താണ് ഇത് എന്നതാണ് സ്വാൻ പ്ലാന്റിൻ്റെ. ഇങ്ങനെ ഇതേപോലെ ഓരോന്നും ഓരോ കവറിലാക്കി പേരെഴുതി കൊണ്ടുവന്ന് തന്നതായിരുന്നു. ഞാനതിൽ കുറച്ചൊക്കെ നട്ടു. സ്പ്രിംഗ് അണിയൻ ഞാൻ പാഴ്സലി പകുതി, ഇനി മത്ത വാട്ടർമെലണും നട്ടിട്ടില്ല, ബാക്കിയൊക്കെ നട്ടിട്ടുണ്ട്. കിളുത്തി നിൽക്കുന്നതും കൂടെ നിങ്ങളെ കാണിക്കാം. കണ്ടോ, പാഴ്സലി കിളുത്തു. അതിൻ്റെ കൂടെ വേറെ എന്തോ കുരുകൊണ്ടാന്ന് തോന്നുന്നു. എല്ലാം ഒരേ രീതിയിലല്ല കിളുത്തിരിക്കുന്നത്, ഇലകൾ വ്യത്യാസമുണ്ട്. ഞാൻ ആദ്യമായിട്ട് നടുക, അതുകൊണ്ട് എനിക്കതിനെപ്പറ്റി ഒത്തിരി ഒരു ഗ്രാഹ്യമില്ല താനും. നമുക്ക് നോക്കാം, ഓരോ ദിവസവും തോന്നും. ഇതിലേതാ പാഴ്സലി? പാഴ്സലി ചെറിയതായിട്ടുണ്ടായി വന്നിരിക്കുന്നത് അതായിരിക്കണം. വലുതാകുമ്പോൾ അറിയാലോ, വലുതാകുമ്പോൾ സാധിച്ച് എനിക്ക് ഒരു വീഡിയോ അയച്ചു അറിയാലോ. ഇത് ചിലപ്പോൾ അതിനകത്ത് വേറെ വല്ലതും കിടന്നായിരിക്കണം. ഇത് ചീരയാന്ന് തോന്നുന്നത്. അതെ, നട്ടിരിക്കണേ. അത് കുറേ നാളൊന്നും എടുക്കുമായിരിക്കുമല്ലോ, ഒരാഴ്ചയിലേ. കുറച്ച് ഇതല്ലേ വലിയ നല്ല കട്ടിയുള്ള തോടുള്ള കുരുവല്ലേ, അപ്പം കുറച്ച് സമയം എടുക്കും ഒന്ന് പൊങ്ങി വരാൻ. അപ്പോൾ പാഴ്സലി, സ്പ്രിംഗ് ഒണിയനും മല്ലി ഒരെണ്ണം കിളുത്തുള്ളൂ, അത് 3 കിളുത്തു. അതെ, വീഡിയോ അത് 2 മല്ലിയാ കേട്ടോ. അതെ, ഇനി മല്ലി നടുമ്പോൾ അതിനെ ഒന്ന് പൊട്ടിച്ചിട്ട് നടുവാണെങ്കിൽ 2 ഒരു വിത്തെ തന്നെ 2 കിട്ടും. അതുപോലെ തന്നെ മല്ലി ഇത് ഒരു വിത്ത്. അതെ, അതുകൊണ്ടായി 2 ഉണ്ടായിരുന്നു. ഞാൻ ഒരു കുഴിയിൽ 1 വെച്ച നട്ടത്. ഒരു കുഴിയിൽ ഒരു 3-4 വെച്ച് നടന്നു. അതെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ഭയങ്കര കട്ടി കുറഞ്ഞ തണ്ടല്ലേ, അപ്പൊ അതുകൊണ്ട് ഒരു താങ്ങി നിൽക്കാനൊരു തണലായിട്ട് ഒരുമിച്ച് അങ്ങോട്ടായി വന്നോളൂ. ഈ പയറ് നല്ല പയറൊന്നുമല്ല, ചുമ്മാ അങ്ങ് നട്ടു വെച്ചേ ഉള്ളൂ. ഈ പയറങ്ങ് പറിച്ച് കളഞ്ഞു കുറേ കുഴി കുത്തിയിട്ട് മൊത്തം ബാക്കി ഇരിക്കുന്ന കൂടെ നട്ടാലോ. ഇപ്പം വേണമെങ്കിൽ നടാല്ലേ. പറഞ്ഞത് ഇങ്ങനെ ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് പൊട്ടിക്കുവാണെങ്കിൽ കിളുക്കാൻ എളുപ്പമുണ്ട്. കിളുപ്പാൻ എളുപ്പമുണ്ട്. അത് ഒത്തിരി പീച്ച് കളയരുത്. ജസ്റ്റ് ഇതുണ്ട്, രണ്ട് സ്ഥലത്തും ഇത് കിട്ടും. ഒരു മല്ലിക്ക് രണ്ട് അത് തന്നെ. അത് ഇതുണ്ടോ, ഇതുണ്ടോ, 2 വന്നില്ലേ, അത്രേ ഉള്ളൂ. ഞാൻ ഒരെണ്ണമായി മാറിപ്പോയില്ല. ഇപ്പം നമുക്കിതിനെ കൊണ്ടിടാം. അതെല്ലാത്തിനും കൂടെ നമുക്കൊരു 2 കുഴി കുത്തി ഇട്ടാൽ മതി. എന്നിട്ട് 2 കുഴിക്കകത്ത് ഇത്ര ഇടാവും. ഞാനാണെങ്കിൽ ഒരു കുഴിക്കകത്ത് തന്നെ ഞാൻ അത്ര ഇടും. എന്നു വെച്ചാൽ ഒരുമിച്ച് അങ്ങ് നിൽക്കുവാണെങ്കിൽ താങ്ങായിട്ട് നിന്നോളും. അതുപോലെ ചെറുതായിട്ട് ഒത്തിരി ഒന്നും താഴ്ച കുത്തണ്ട, ചെറുതായിട്ട് കുഴി കുത്തിയിട്ട് ഇവിടെ അങ്ങനെ നിന്നാൽ മതി. ഇവിടെ 4 കുഴി കുത്തി, 3-4-5 വെച്ച് അങ്ങനെ ഇടാം. അങ്ങനെ ഇടുവാണെങ്കിൽ അത്ര മതി. അതെ, മല്ലി നമ്മൾ മല്ലി വറക്കാനൊക്കെ എടുക്കുമ്പോൾ മണം തിരുമ്മിപ്പത്തേനും. ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വെള്ളം ഒഴിക്കുമ്പം ഒത്തിരി കുത്തനെയൊന്നും വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. അന്നേരം അതിങ്ങനെ പറഞ്ഞു ഒത്തിരി അല്ലേ ഉള്ളതിന് ആകെ ബലം. അതുകൊണ്ട് ഇത് കണ്ടോ, ഒരു ഗ്രോ ബാഗ്. ഈ ഗ്രോ ബാഗിലാണ് ഞാൻ മണ്ണ് നിറച്ചിട്ടുണ്ട്. നമുക്കിതിനകത്ത് സ്പ്രിംഗ് അണിയൻ നട്ട് വയ്ക്കാം. ഇതിൻ്റെ അവസ്ഥയും കൂടെ നമുക്ക് നോക്കാം. കണ്ടോ, നമ്മുടെ സ്പ്രിംഗ് അണിയനാണ്. ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ, ചുവട്ടിൽ ഉള്ളിയൊന്നുമില്ല, ഇല മാത്രം ഉണ്ടാവുകയുള്ളൂ. നട്ടത് അതിൻ്റെ നൂല് പോലെ കിളുത്ത് വന്നിട്ടുണ്ട്. അത് സ്പ്രിംഗ് അണിയൻ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. കോഴി കൊത്താതെ ശ്രദ്ധിച്ചാൽ മതി. കോഴി കൊത്താതെ ഇതിനെ മുകളിൽ കയറ്റി വെച്ചിരുന്നു. ഇപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് വിത്തുകളൊക്കെ കൊണ്ടുവന്നതാണേ. അപ്പോൾ അത് ഉണ്ടായി വന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അലീജ് അന്നേരം തന്നെ അലീജ് കൊണ്ട് ഉണ്ടാക്കി കേട്ടോ. ഉണ്ടായി വന്നിട്ടുണ്ടേ. ഒരാഴ്ച കൊണ്ട് ഇത്ര മുളച്ചു. അപ്പോൾ എല്ലാം ഒരാഴ്ച പാഴ്സലി മുളച്ചു, സ്പ്രിംഗ് അണിയനും മുളച്ചു. കറക്റ്റ് മഴയും പെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാം പറിച്ച് നടാനുള്ള സമയമായി. സ്പ്രിംഗ് അണിയനൊക്കെ അതിൻ്റെ അകത്ത് തന്നെ നിന്നാൽ മതി അലീജ്. ഇതും മതി. പിന്നെ പാഴ്സലി എല്ലാം അതിൻ്റെ അകത്ത് തന്നെ നിന്നാലും മതി. എല്ലാം ഉണ്ടാകുന്ന സാധനങ്ങൾ തന്നെയാണ്. ഇനി നടാനുള്ളത് തണ്ണിമത്തങ്ങയും
ഇടയിൽ ബാക്കി തണ്ണിമത്തനും വേറൊരു മത്തൻ്റെ കുരുവുണ്ട്. അത് ഞാൻ മഴ പെയ്ത് കഴിയുമ്പം പറമ്പിൽ കൊണ്ടുപോയി ചേനയുടെ മൂട്ടത്തോ എവിടെയെങ്കിലും നടാന്ന് വെച്ച് വെച്ചിട്ടുണ്ട്. അതെ. ഈ ചട്ടിയിലായിരുന്നു സ്പ്രിംഗ് അണിയൻ നട്ടിരുന്നത്. കണ്ടോ, ഇതിനകത്തൊന്നുമില്ല, എല്ലാം പോയി. സ്പ്രിംഗ് അണിയൻ ഏതാണേലും ഈ ചൂട് കാലാവസ്ഥയിൽ നമ്മുടെ നാട്ടിലുണ്ടാവില്ല. ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന സ്പ്രിംഗ് അണിയൻ്റെ വിത്തുകൾ ഡിസംബറിലോ നവംബറിലോ ഒക്കെ ഒന്ന് നട്ട് നോക്കാം. ഈ ചട്ടിയിലാണ് പീച്ച് നട്ടിരിക്കുന്നത്. പക്ഷേ പീച്ച് ഇതുവരെ 10-20 ദിവസമായി ഇപ്പം നട്ടിട്ട്. 20 ദിവസമായിട്ടും പീച്ച് ഇതുവരെ മുളകൊന്നും പൊട്ടിയിട്ടില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. പാഴ്സലി നമ്മുടെ നാട്ടിലും അപ്പോൾ ഉണ്ടാകും. ഇനി നമുക്ക് സാലഡ് ഉണ്ടാക്കുമ്പോഴും പാസ്ത പിള്ളേർക്ക് കൊടുക്കുമ്പോഴൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി വിഷമില്ലാത്ത വിഷം തളിക്കാത്ത പാഴ്സലി ഉപയോഗിക്കാം. അപ്പോൾ മുളച്ചിട്ട് ഒരു 10-15 ദിവസമായ പാഴ്സലിയാണിത്. പാഴ്സലി നല്ല കരുത്തോടെ വരുന്നുണ്ട്. അതിന് ഈ ചൂട് കാലാവസ്ഥ പിടിക്കുമെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.